അതെന്താ നെഗറ്റീവ് എനർജി ബ്ലാക്ക് മാജിക്കാ? ഒന്നുമില്ല. നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ചില ആൾക്കാരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ ഒന്ന് തളരുന്ന പോലെ നമുക്കൊരു ഫീൽ ഉണ്ടാവും. ലോ എനർജി, വേറൊന്നുമല്ല നെഗറ്റീവ് എനർജി. ഇതെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ പൊളിയാണ്. പിന്നെ എങ്ങനെ സെറ്റായി എന്ന് ചോദിച്ചാൽ മതി. ആദ്യം തന്നെ നമ്മളെങ്ങനെ പരപരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ ചില ആൾക്കാരുണ്ട്. എന്തിനാ നീ ഇത് ചെയ്യണേ, ഇതൊന്നും ശരിയാവണില്ല, എന്ത് ചെയ്തിട്ട് കാര്യമില്ല, വേസ്റ്റ് ലൈഫ്, കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റിവിറ്റി പറയുന്ന കുറേ ആൾക്കാരില്ലേ. ആമാരൊക്കെ അങ്ങോട്ട് തള്ളിക്കളയാം, അവിടെ നിന്നൊക്കെ അങ്ങോട്ട് ഓടി രക്ഷപ്പെടാം. നാലാമത്തെ ട്രൈ ചെയ്യാം. ഇതേ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ടേ ഞാൻ കുറേ പ്രാവശ്യം വീണ് പോയിട്ടുണ്ട്, സമ്മതിച്ചു. നമ്മളിത് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇതല്ലല്ലോ നിൻ്റെ ഒറിജിനൽ വെർഷൻ, ഇത് ഭയങ്കര മെക്കാനിക്കലായി പോയല്ലോ. ഞാനാണെങ്കിൽ ഇത് പകൽ മുഴുവൻ ഇരുന്ന് ആലോചിച്ച് എൻ്റെ കംപ്ലീറ്റ് എനർജി ലോ ആയി, കോൺഫിഡൻസ് പോയി, വീക്കായി. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്യും. ഇത് കൺസിസ്റ്റൻ്റ് ആവാനായിട്ട് നമ്മളെ സമ്മതിക്കില്ല നീ. ഈ എനർജി എന്ന് പറയുന്ന സാധനം ഇതങ്ങനെ നമ്മൾ വിചാരിക്കണ പോലെ അങ്ങനെ നമ്മുടെ അടുത്തൊന്നും പോകുന്ന സാധനമൊന്നുമല്ല. ലോകത്തെ എനർജി എവിടെയും പോകണില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് നമ്മൾക്ക് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ പൊളിക്കും. ഒന്നാമതായിട്ടേ നമ്മൾ ഇരിക്കണ സ്ഥലം കുറച്ചും കൂടി ഒരു വൈബ് ഉണ്ടാക്കാം. നമുക്ക് ബഹളമൊന്നും ഇല്ലാത്ത നല്ല വൃത്തിമേനയൊക്കെ ഉള്ള കുറച്ച് സ്ഥലങ്ങളെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു സൈലൻ്റായിട്ട് നല്ലോണം ബ്രീത്തിങ് ഒക്കെ ചെയ്ത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു എനർജീനെ തിരിച്ചു കൊണ്ടുവരാൻ പാകത്തിനൊന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇങ്ങനെ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുമ്പോൾ ഒരു സുഖം കിട്ടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആൾക്കാരെ പറ്റി കുറ്റം പറയുക, ഗോസിപ്പ് പറയുക, ഇങ്ങനെ തർക്കിക്കുക, അങ്ങനെ ഹരം കണ്ടെത്തുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് വെറുതെ സംസാരിച്ചും തർക്കിച്ചും നമ്മുടെ ന്യായം പറഞ്ഞും നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ബോറടിച്ചിട്ടുള്ള കാര്യം. അത് സ്റ്റോപ്പ് ചെയ്യാം. നമ്മുടെ ശരീരം വീക്കായി കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി വീക്കാം. അപ്പോൾ ശരീരം എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കണം. അതിനെന്താണെന്ന് പറയുക, എനർജി റിലീസ് ചെയ്യണം ഭക്ഷണം കഴിക്കുക, നല്ല പ്രോട്ടീൻ ഫുഡ് കഴിച്ച് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് നല്ലപോലെ ഉറങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ ഫുൾ എനർജി നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മൈൻഡും സൂപ്പറാവും. എടാ ഇതൊന്നല്ല, ഇതൊക്കെ മേലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര പോസിറ്റീവ് വൈബുള്ള ഒരു സർക്കിൾ ഉണ്ടാവില്ലേ. ചില ആൾക്കാർ വരുമ്പോൾ തന്നെ അത് സുഖം കിട്ടും നമുക്ക്. നമ്മുടെ എനർജി അങ്ങോട്ട് ഹയ്യാവും. എന്ത് അബദ്ധം പറ്റിയാലും എന്ത് പ്രശ്നം പറ്റിയാലും അതിനൊക്കെ പോസിറ്റീവായിട്ട് എടുക്കണം കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനത്തെ സർക്കിളിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ലൈഫ് വേറെ ലെവലാവും. ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു സർക്കിൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മ തന്നെ അങ്ങോട്ട് വൈബായ പോരേ.